നമ്മുടെ രാജ്യത്ത് പുതിയ പുതിയ സംരംഭങ്ങൾ പുതിയതായി ഒരുപാട് വരും. ഈ വരുന്നതിനെല്ലാം അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുമ്പോൾ നിലവിലുള്ള സംരംഭകർക്ക് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. അപ്പോൾ പുതിയതായി വരുന്നവരെ ഏത് രീതിയിൽ മാറ്റി നിർത്താൻ പറ്റുമോ അതിനനുസരിച്ചുള്ള ചില കിംവദന്തികൾ, പ്രചരണങ്ങൾ, ആരോപണങ്ങൾ പുതിയതായി വരുന്നവർക്ക് എതിരെ വിടുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. കാരണം 1500ഓളം എൻ്റെ അറിവിൽ 1500-ൽ കുറയാത്ത ജീവനക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭമാണ് അൽ മുക്താറിൻ്റെ സംരംഭം. അപ്പോൾ ഇത്രയും വലിയ ഒരു അംഗസംഖ്യ ഉള്ള പൗരന്മാർക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമോ 2 ദിവസമോ നടത്തിയ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി പൊട്ടിമുളച്ചതല്ല, മറിച്ച് ഒരുപാട് പ്രയത്നം നടത്തിയതിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി ഡെവലപ്പായി വന്നതാണ്. അപ്പോൾ അതിന് കാര്യശേഷിയോടുകൂടി അതിന് നേതൃത്വം നൽകുകയും ആ ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളിൻ്റെ ഒരു കാര്യശേഷിയും അതിൻ്റെ ഒരു അർപ്പണബോധവും തന്നെ അതിനു വേണ്ടിയുള്ള ഒരു അംഗീകാരം തന്നെയാണ് ഇത്രയും വലിയൊരു സ്ഥാപനം. ആ സ്ഥാപനത്തെ അട്ടിമറിക്കുക എന്നുള്ളത് പഴയ സംരംഭകരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടേ അതിനെ കാണാൻ കഴിയുള്ളൂ. അല്ല, ഇത്രയും ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഇവരുടെ എങ്ങനെ ഇപ്പോൾ ഒരു സർക്കാരുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പലരും പലതരത്തിലുള്ള ഈ നമ്മളിപ്പോൾ അത്യാധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഏതിനും പഴയതുമല്ല എല്ലാം ആശ്രയിക്കാവുന്നത്. അപ്പോൾ അവർക്ക് നടപടിയെടുക്കാൻ അറിയത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ രാജ്യത്ത് ഏതൊരു സംരംഭം തുടങ്ങുന്നതിനുള്ള ചില നിയമവ്യവസ്ഥകളുണ്ട്. ആ നിയമവ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കാം അൽ മുക്താദ് ജുവലറിയും തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം തലസ്ഥാന നഗരിയിൽ തന്നെ ഒട്ടനവധി സ്ഥാപനങ്ങൾ അവർക്കുണ്ട്. ഇവിടെ ആ ഷോപ്പിൻ്റെ പല ഷോപ്പുകളുടെയും ഇനാഗ്രേഷന് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു സുതാര്യത ഉള്ളത് കൊണ്ടാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മോശമായ എന്തെങ്കിലും ആരോപണം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ഇതിനെ കണ്ടെത്തി അതിനെതിരെ നടപടിയെടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ്, ഈ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്നുള്ളതാണ് അവർക്കെതിരെ നടപടിയൊന്നും ആർക്കും എടുക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം വെറും ആരോപണങ്ങൾ മാത്രം. അപ്പോൾ ഇനി ആരോപണങ്ങൾ ഉന്നയിച്ച് സംരംഭങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ അന്വേഷണം നടത്തി അവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം. അല്ല, ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഈ മൻസൂർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയുണ്ടായി, എനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ അന്വേഷണ ഏജൻസിയെ സമീപിക്കട്ടെ, അതല്ലാതെ ഈ ഒരു യൂട്യൂബും ഒരു ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ തുടങ്ങിയിട്ട് ഈ ആവശ്യമില്ലാത്ത ഈ വാർത്തകൾ പടച്ചു വിട്ട് ഈ നിരവധി പേരുടെ അന്നത്തിന് പിന്നെ വഴിമുടക്കരുത്, അവരുടെ ജീവിതത്തെ തകർക്കരുത്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുമ്പോൾ ഒരുപാട് പ്രയത്നം ഉണ്ടാവും. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു. അങ്ങനെ ഘട്ടം ഘട്ടമായി കയറി വന്ന ആളിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അയ്യോ എന്നെ സംരക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പറയുവാൻ ഒരു സംരംഭരും രംഗത്ത് വരില്ല. പക്ഷേ ശ്രീ മൻസൂറിൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞിട്ടുള്ള രീതി അനുസരിച്ച് ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചുകൊണ്ട് സർക്കാർ അദ്ദേഹത്തിൻ്റെ സംരംഭത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് കുറ്റങ്ങളോ കുറവുകളോ നിയമവിധേയമല്ലാത്ത രീതിയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നിയമവിധേയമാക്കിക്കൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ്. അല്ല, ഇതിനെതിരെ നേരത്തെയും ഇതുപോലെ വ്യാജ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് അതിനെയൊക്കെ പുള്ളി തരണം ചെയ്ത് പത്രപ്രസ്താവന നൽകുകയും സർക്കാരിന് വേണ്ട ഇത് കൊടുത്ത് ഇത് ചെയ്തു. ഇതിപ്പോൾ ഇങ്ങനെ അടിക്കടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ സംരംഭകർ ഇനി പിന്നെ കേരളത്തിൽ വരാൻ ആഗ്രഹിക്കുമോ? ഇത്തരത്തിൽ ഈ പുതുതായി വരുന്ന സംരംഭകർക്ക് ഇതുപോലുള്ള ഈ അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരു ഭയപ്പെടില്ലേ? അതെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ സംരംഭകർ എന്തെങ്കിലും തുടങ്ങാൻ വരുമ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. അത് മുളയിലെ നുള്ളിക്കളയുന്ന ഒരു സമീപനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രേഡ് യൂണിയൻ സംവിധാനത്തിൽ കൂടെ തന്നെ പലരും ചെയ്യാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ 1500ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്ത് ചേർത്ത് നിർത്തി അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി മാന്യമായ സാലറികളൊക്കെ കൊടുത്തു നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സംരംഭം. ഈ സംരംഭം നശിക്കാതിരിക്കാൻ കരുതി സർക്കാർ മുഖവിലക്കെടുത്തുകൊണ്ട് ഇതിനെതിരെ നിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നുള്ളതാണ് അത് വീണ്ടും അതിനെക്കുറിച്ചും പറയാനുള്ളത്.